ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ കണ്ടതാണ് ഗോൾഡിൻ്റെ പ്രൈസ് വളരെയധികം കൂടിക്കൂടി വരുന്നു. എന്താണ് ഇതിനുള്ള കാരണം? ഇനി ഭാവിയിൽ വില കൂടുമോ? ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഡിസ്കഷൻ. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്. ഏപ്രിൽ മുതൽ ഗോൾഡിൻ്റെ പ്രൈസ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, പെട്ടെന്ന് കൂടിക്കൂടി വന്നു. 2024 ഏപ്രിൽ മുതലല്ല ഗോൾഡ് റിട്ടേൺ തരാൻ തുടങ്ങിയത്. ഗോൾഡിൻ്റെ ഒരു പെർഫോമൻസ് ഹിസ്റ്ററി നോക്കിയാൽ 2000 മുതൽ ഒരു പവൻ്റെ വില, അത് 2000 ഒരു പവൻ്റെ വില 3520 രൂപയായിരുന്നു. എങ്കിൽ ഏകദേശം 2023 ആയപ്പോൾ അത് 53000 54000 രൂപയായ ഒരു പവന്. നല്ല റിട്ടേൺസ് തരുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ഗോൾഡിൽ നിന്ന് കിട്ടി. എന്താണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് നമുക്ക് നോക്കാം. പല തരം കാരണങ്ങളാൽ ഗോൾഡിൻ്റെ ആവശ്യം പൊതുവായിട്ട് വർദ്ധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡിന് വലിയ ഡിമാൻഡ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പറയാം. എന്നാൽ ഇതിനും കൂടുതലായിട്ടുള്ള അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വർദ്ധിച്ചു വരുന്ന ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ ഒരു സ്ഥിരതയില്ലായ്മ, എന്നൊരു സമാധാനമില്ലായ്മ ജനങ്ങളിൽ ഒരു ഭയം ഉളവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഗോൾഡിൽ നിക്ഷേപിക്കാനായിട്ട് ആളുകൾ ആരംഭിച്ചതാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഉയരാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്നത് അമേരിക്ക പോലുള്ള വലിയ സാമ്പത്തിക രാജ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന പലിശ നിരക്ക് അത് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷ കൊണ്ട്, അതായത് ഗോൾഡ് പോലുള്ള നിക്ഷേപങ്ങൾ ഭാവിയിൽ നല്ലതാവും എന്ന പ്രതീക്ഷ, അതായത് ആദായം കിട്ടുന്ന, അതായത് പലിശ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളേക്കാൾ നല്ലതായിരിക്കും പലിശ ലഭിക്കാത്തതായിട്ട് ഗോൾഡ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ആളുകളുടെ പ്രതീക്ഷയും ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടാനും വില കൂടാനും ഒരു പ്രധാനപ്പെട്ട കാരണമായി. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം പോലെയുള്ള രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഇഷ്യൂസ് വരുന്ന സമയത്ത് രാജ്യങ്ങളുടെ കറൻസിയിലെ വില, പർച്ചേസിങ് പവർ കുറയാനുള്ള സാധ്യതകൾ, ജനങ്ങളിൽ മൂല്യം കുറയാത്ത ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഗോൾഡിലേക്ക് നിക്ഷേപിക്കാനായിട്ട് ആളുകളെ ചിന്തിപ്പിച്ചു. ഇതാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. പക്ഷെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡോളറൈസേഷനാണ്. അതായത് US ആണ് ഏറ്റവും ഗ്യാരണ്ടിയുള്ള കറൻസി ആയിട്ട് ലോകരാജ്യങ്ങൾ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് രാജ്യങ്ങളുടെ ഫോറിൻ കറൻസി റിസർവ് ഡോളർ എന്ന ഒരിക്കലും തകരില്ല എന്ന് വിശ്വാസമുള്ള US കറൻസി, അതായത് US ഡോളറിലാണ് രാജ്യങ്ങൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ റഷ്യ ഉക്രൈൻ പ്രതിസന്ധി കാരണം ഇപ്പോൾ ഒരുപാട് പുതിയ ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ജിയോ സ്ട്രാറ്റജിക് ഷിഫ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം കൊണ്ട് ഈ ഡോളറിൻ്റെ ഒരു ആധിപത്യം ചോദ്യം ചെയ്യപ്പെടും എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളിൽ മിക്കവാറും ഡോളർ ആയിരിക്കും കൂടുതൽ. പക്ഷെ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കേട്ടതാണ്, അതായത് ഓയിലിൻ്റെ വ്യാപാരം നടന്നത്, ലോകത്ത് നടക്കുന്നത് പ്രധാനമായും ഡോളർ കറൻസിയിലാണ്. പക്ഷെ അവിടെ ഡോളർ അല്ലാതെ മറ്റൊരു കറൻസിയിൽ വാങ്ങാനും വിൽക്കാനും ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഡോളറിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതും ഡോളറൈസേഷനും ഗോൾഡിൻ്റെ പ്രൈസ് കൂടാനായിട്ട് ഒരു കാരണമായി. അതുമാത്രമല്ല, പേപ്പർ കറൻസിയിൽ നിന്നും, അതായത് ഗോൾഡ് റിസർവിലേക്ക് രാജ്യങ്ങൾ മൂവ് ചെയ്താലും ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനും വില കൂടാനും സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവച്ച കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അത് ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.